പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിക്കുന്നു. ഇതിന്റെ ഫലമായി ഇന്ത്യയിൽ ജൂലൈ മാസത്തിലും സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴ മാത്രമേ ലഭിക്കൂവെന്ന IMD മുന്നറിയിപ്പ്. അതിനാൽ എൽനിനോ കാർഷിക മേഖലയെയും ജലലഭ്യതയെയും സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക എല്ലാ കോണുകളിലും ശക്തമാണ്. മിഥുനം പകുതിയായി. തിമിർത്തു പെയ്യേണ്ട ജൂൺ മാസത്തിൽ സംസ്ഥാനത്ത് 34% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം അതായത് ഇടവപ്പാതി ചതിച്ചു. ഇനി ജൂലൈയിലും ഓഗസ്റ്റിലുമാണ് പ്രതീക്ഷ. അതെ, ഇനി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ മഴയെ ആശ്രയിച്ചായിരിക്കും കേരളത്തിന്റെ മഴക്കൊയ്ത്തെന്ന് പറയുന്നത്. പക്ഷെ അവിടെയും രക്ഷയില്ല. കേരളത്തിൽ ജൂലൈയിലും മഴ കുറയാൻ സാധ്യതയെന്നാണ് പറയുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലും സാധാരണ ലഭിക്കേണ്ടതിനാൽ കുറഞ്ഞ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് IMD അറിയിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുതന്നെയാണ് സ്ഥിതി. കാലവർഷം സജീവമായി തുടരുന്നുണ്ടെങ്കിലും കേരളം ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ മഴയുടെ അളവ് സാധാരണ നിലവാരത്തേക്കാൾ കുറയാനാണ് ഇനിയുള്ള സാധ്യത. മഴക്കുറവിന് പ്രധാന കാരണങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നത് എൽനിനോ സാഹചര്യം തന്നെയാണ്. എൽനിനോ ശക്തമാകുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലവർഷത്തിന്റെ ശക്തി കുറയുകയും പല പ്രദേശങ്ങളിലും മഴയുടെ വിതരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുമെന്നാണ് പറയുന്നത്. എന്നാൽ കാലവർഷം പൂർണ്ണമായും ദുർബലമാകുന്നു എന്നല്ല ഇതിലൂടെ പറയുന്നത്. ചില ദിവസങ്ങളിൽ ശക്തമായ മഴയും ഇടിയും പ്രതീക്ഷിക്കാം. പക്ഷേ മാസത്തിന്റെ മൊത്തം മഴയുടെ അളവ് സാധാരണയേക്കാൾ കുറയാനാണ് സാധ്യതയുള്ളത്. അതിനാൽ മഴയുടെ വിതരണത്തിൽ വലിയ വ്യത്യാസങ്ങൾ പ്രകടമാകുമെന്നും വിദഗ്ധർ പറയുന്നു. മഴക്കുറവ് കാർഷിക മേഖലയാണ് പ്രധാനമായും ബാധിക്കുക. കർഷകർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച് കൃഷിപ്രവർത്തനങ്ങൾ ക്രമീകരിക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം പ്രാദേശികമായി ശക്തമായ മഴ, ഇടിമിന്നൽ, ശക്തമായ കാറ്റ് എന്നിവയ്ക്കുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ജാഗ്രതയോടെ കാണണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2026 ജൂൺ മാസം എന്ന് പറയുന്നത് 1901 ശേഷമുള്ള 5ാമത്തെ ഏറ്റവും വരണ്ട ജൂൺ മാസമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് സാധാരണയായി ലഭിക്കേണ്ട മഴയേക്കാൾ 39% കുറവാണ് ഇത്തവണ ലഭിച്ചത്. നിരവധി സംസ്ഥാനങ്ങളിൽ കാലവർഷം ദുർബലമായതോടെ ജലസംഭരണികളെ ജലനിരപ്പും കുറവായി അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ മാസത്തിലെ രാജ്യത്തെ ആകെ മഴ ദീർഘകാല ശരാശരിയുടെ 94% താഴെ മാത്രമായിരിക്കുമെന്നും പറയുന്നു. അതായത് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ പ്രകാരം മധ്യ ഇന്ത്യ, പടിഞ്ഞാറൻ ഇന്ത്യ, വടക്കൻ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴ കുറയാനും സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.